സോറി. ഹായ് രാഹുൽ. ഹായ്. രാഹുൽ എന്താ ഇവിടെ? ഞാൻ ഇവിടെ ചുരിദാറും ബ്ലൗസൊക്കെ തയ്ക്കാൻ വേണ്ടി ആർക്കാ? രാഹുലിന് ആക്കിയതാണ്. രാഹുൽ ഒന്നിങ്ങ് വന്നേ. എന്താ ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? കിടു കാലൊക്കെ ചെയ്യാല്ലേ? ഈ ഡിസൈൻ മതിയെ. ഇതിന്റെ നെക്ക് നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ. ഒന്ന് കാണിച്ചേ. അയ്യേ, ഇത് ശരിയാവത്തില്ല. എനിക്കിതാണ് ഇഷ്ടം, എനിക്കിത് മതി. ഈ തുണിക്ക് ഈ ഡിസൈൻ ഒട്ടും ചേരുന്നില്ല. ഇത് ചേരും. രാഹുൽ പറഞ്ഞു ഇത് ചേരുന്ന്. രാഹുൽ അങ്ങനെ പറഞ്ഞോ? എന്തേ? ഇതിനെന്താ കുഴപ്പം? ഇതൊത്തിരി ഇറങ്ങിയതാ. ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് കുനിയാൻ പോലും പറ്റത്തില്ല. അതിനൊരു ഷോൾ ഇട്ടാ പോരെ? അതൊന്നും ശരിയാവത്തില്ല, അത് വേണ്ട. അതൊക്കെ ശരിയാവും, എനിക്കിത് മതി. വെറുതെ വാശി പിടിക്കില്ല. വാശി പിടിക്കുന്നേ ജോൽ എന്തിനാ വെറുതെ സീൻ ഉണ്ടാക്കുന്നത്? എനിക്ക് ഈ ചുരിദാർ വേണ്ട. പ്രശ്നം തീർന്നല്ലോ. അവള് ഇതിനൊക്കെ എടുത്ത് അകത്ത് വെച്ചൂടെ നിങ്ങൾക്ക്? ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ നാണം കിട്ടിട്ടില്ല. ഇത്രയും നാളും വീട്ടിനകത്ത് വെച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പുറത്തു വെച്ചു ആവാന്നായി. ആരെയും ഭയമില്ല. എന്തൊരു അഹങ്കാരാന്നറിയാവോ? ഒന്നുമില്ലെങ്കിലും ഞാൻ അവിടെ അമ്മയല്ലേ ജോ. എന്റെ ക്ലാരെ, എനിക്ക് ഓഫീസിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ സ്വല്പ സ്വസ്ഥത. എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ആരോടാ പറയുന്നേ? പ്രായപൂർത്തിയായ ഒരു മോളുണ്ട്, അവൾ എന്റെ ശത്രുവാ. പിന്നുള്ളത് ഈ കരടാ. എടാ കരടെ, കുറച്ച് വെള്ളവും കൂടെ കുടി. എനിക്ക് എന്റെ വിഷമം ഒന്ന് ഉള്ളി പിടിച്ചോണ്ടങ്ങനെ നടക്കാനുള്ള കഴിവില്ല. ആരോടെങ്കിലും എനിക്ക് പറഞ്ഞാലേ സമാധാനമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനിയും പറയും. എന്നോട് പറയുന്നത് കൊണ്ട് നിനക്ക് സ്വല്പം ആശ്വാസം കിട്ടുമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. എല്ലാ ദിവസവും എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കാ. ഇത് ഇങ്ങനെ പോയാ ഞാൻ വഴക്കുണ്ടാക്കുന്നതാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. ജോ പറഞ്ഞതിന് ശേഷം ഞാൻ അവളോട് ഒരു അനാവശ്യത്തിനും പോകാറില്ല. പിന്നെ ഒരു പെങ്കൊച്ച് വളർന്നു വരുമ്പം ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു അമ്മയായ ഞാനാ. ഒരു പെൺകുട്ടി മോശമായിട്ട് നടന്ന അവളെ ആരും കുറ്റം പറയത്തില്ല. അവളുടെ അമ്മയ്ക്കത് നേരെ ചൊവ്വേ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ലെന്നേ പറയത്തുള്ളൂ. അതോർത്ത് നീ വിഷമിക്കണ്ട. ജുവലിനെ അറിയാവുന്ന ആരും നിന്നെ കുറ്റം പറയുകയില്ല. പറയും. മേരിയനി പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞു? എടാ എന്ത് പറഞ്ഞെന്ന്? ചേച്ചി ഇങ്ങനെ തോന്നിയത് പോലെ നടക്കുന്നത് മമ്മിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണെന്ന്. ആരോട് എവിടെ വെച്ചാ പറഞ്ഞേ? അതൊക്കെ ഇനി എന്തിനാ ചകയുന്നത്? നീ കറി വിളമ്പ്. എനിക്കത് അറിയണം. പറയടാ. ക്ലബ്ബിൽ വെച്ച് ലക്ഷ്മി ആന്റിയോട്. ദൈവമേ, ഞാൻ ഇനി അവരുടെ മുഖത്ത് അങ്ങനെ നോക്കും. കേട്ടില്ലേ, എന്റെ കഴിവുകേടാണെന്ന്. ഞാൻ പറയുമ്പോ മനസ്സിലാവത്തില്ലല്ലോ. എടാ എന്നാടാ പറഞ്ഞേ? അന്ന് ഗോൾഫ് ക്ലബ്ബിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നില്ലേ, അന്ന് പറഞ്ഞതാ. ഇനി എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? നീ കറി വിളമ്പ്. അയ്യോ, അപ്പം 3 മാസമായി പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പഴാ എഴുന്നള്ളിക്കുന്നത്. അവനത് മറന്നുപോയി കാണും. നീ വിട്ടുകളാ, അവൻ കുഞ്ഞല്ലേ. നീ കറി വിളമ്പ്. മറന്നൊന്നുമല്ല, ഞാനത് പറഞ്ഞായിരുന്നു. എന്നോടപ്പഴാടാ പറഞ്ഞേ? മമ്മിയോടല്ല, ഡാഡിയോട്. എന്നോടപ്പഴാ പറഞ്ഞത്? അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു. അപ്പൊ ഡാഡിയല്ലേ പറഞ്ഞേ മമ്മിയോടൊന്നും പറയണ്ടാന്ന്? എല്ലാം മറന്നുപോയോ? ഇവൻ എന്ത് പിച്ചും പെയ്യൊക്കെ പറയുന്നത്? എനിക്കൊരു ഓർമ്മയില്ല. വേണ്ട ജോ, എനിക്കെല്ലാം മനസ്സിലായി. ക്ലാരേ, നീ വിട്ടുകളാ കറി വിളമ്പ്. വിട്ടുകളാ കറി വിളമ്പെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചതാ. ക്ലാരേ, ഞാൻ വേണ്ട ജോ, എനിക്ക് സന്തോഷമായി. എന്റെ ഭർത്താവ് പോലും എന്റെ കൂടെ ഇല്ല. നിനക്ക് ഞാൻ ക്ലാരേ, ഐ എം സോറി. നിന്നിൽ നിന്നും മറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ അറിയുമ്പോ വിഷമിക്കുമല്ലോ എന്ന് ഓർത്താ. ക്ഷമിച്ചുകളാ. കറി വിളമ്പ്. ജുവൽ എവിടെ? അവള് കഴിക്കുന്നില്ലേ? എനിക്കറിയാമല്ല. ഒരു ദിവസം അത്താഴ ഭക്ഷണം കടന്നൊന്നും വെച്ച് മനുഷ്യൻ ചാവാൻ പറ്റൂല. ചെയ്തത് ശരിയായില്ലെന്ന് അവൾക്ക് തോന്നുന്നുണ്ടാവും. അതോർത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും. തെറ്റ് ചെയ്തവർ ഇച്ചിരി വിഷമിക്കുന്നത് നല്ലതാ. മതി മതി മതി. മമ്മി, ഒരു ചിക്കൻ പീസ് 3-4 കഷ്ണം തീർക്കാൻ വല്ല ശൂലയും പിടിക്കും. വേഗം കഴിച്ചിട്ട് എണീക്കാൻ നോക്ക്. മനുഷ്യന് വേറെ പണിയുണ്ട്. ഡാഡി ഇന്ന് നേരത്തെ വന്നോ? എന്തോ ഇന്ന് നല്ല വിശപ്പ്. മോനെ ഒരു ചപ്പാത്തിയോടെ തട്ടടാ. മതി മമ്മി. ഒന്നുകൂടെ തിന്നടാ. ഒരു ചിക്കൻ പീസും കൂടെ തരാങ്കി. ഒന്നെന്തിനാക്കുന്നേ? 2 തരാവല്ലോ. എന്നാ വസ്ത്രധാരണത്തിലെ ശ്രദ്ധ അമ്മമാർക്കും ബാധകമാണ്. ജുവൽ, ഇറ്റ്സ് നോട്ട് ഫെയർ ഡാഡി. മക്കളെ ഉപദേശിച്ചാ പോരാ, പ്രവർത്തിച്ചു കാണിക്കണം. ജുവൽ, സ്റ്റോപ്പ് ഇറ്റ്. എന്താണ് ഞാൻ പ്രവർത്തിച്ച് കാണിക്കണ്ടേ? ക്ലാര, പ്ലീസ്. ജോ, എനിക്ക് ഇതിന്റെ മറുപടി കിട്ടണം. മകളെ പേടിച്ച് വീട്ടിൽ താമസിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എടി,
ഞാൻ എന്താ പ്രവർത്തിച്ച് കാണിക്കേണ്ടെന്ന്? എന്റെ നൈറ്റ് ചൂണ്ടി കാണിച്ച് നീ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ക്ലാര, ഒന്നും ഉണ്ടായിരിക്കാനാ പറഞ്ഞത്. എടി, ഇത് ഞാൻ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സാ. നിന്നെ പോലെ പുറത്തൊക്കെ നടന്ന് പ്രദർശിപ്പിക്കുന്നില്ല. അകത്തായാലും പുറത്തായാലും മാന്യമായിട്ട് ഡ്രസ് ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരെണ്ണം വെച്ച് എന്തോ പല്ലുപ്പത്തിന് പറഞ്ഞേക്കാം.